നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കാവടിയാട്ടം കുംഭഭരണി മഹോത്സവത്തെ വർണ്ണാഭമാക്കി. ഊരകം പല്ലിശ്ശേരി കുന്നിൽ തീപിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കാവടിയാട്ടം കുംഭഭരണി മഹോത്സവത്തെ വർണ്ണാഭമാക്കി. ഉത്സവദിനത്തിൽ പ്രസാദശുദ്ധി, ചതുശുദ്ധി, ഭഗവതി സേവ, സർപ്പപൂജ, സർപ്പബലി, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, കളഭാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം കൊട്ടും താളമേളത്തോടും കൂടി ഭഗവതിയുടെ പുറത്തേക്കെഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് നിറമാല, ദീപാരാധന, ഡബിൾ തായമ്പക, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളുടെ കാവടിയാട്ടം എന്നിവയും നടന്നു. ജിത്തുകല്ലാറ്റിന്റെ നേതൃത്വത്തിൽ പാഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടുകൂടി 3 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ഭഗവതിയുടെ തിടമ്പ് താലത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ഊരകം പല്ലിശ്ശേരി കുന്നിൽ തീപിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം അത് തടയുന്നതിന് വേണ്ടി ഈ 2ാം വാർഡിൽ തുടങ്ങിയ ഈ വലിയൊരു ഉദ്യമത്തിന് ആദ്യം തന്നെ വാർഡ് മെമ്പർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒപ്പം ഇതിനുവേണ്ടി തെരഞ്ഞെടുത്ത വേദി അതാണ് ഏറ്റവും പ്രസക്തമായത്. കാരണം നമ്മുടെ കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി മാഫിയ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. അതിപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളെയും ചെറിയ കുട്ടികളെ അടക്കം
നമുക്ക് പറയാം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം കൊലപാതകങ്ങൾ, അതുപോലെ സഹപാഠികൾ തമ്മിലുള്ള വഴക്ക്, എല്ലാതിൻ്റെയും മൂലകാരണം അന്വേഷിച്ച് വരുമ്പോൾ അത് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാടിൻ്റെ നമ്മുടെ സമ്പത്തായ നമ്മുടെ മക്കൾ അവർ സുരക്ഷിതരായിട്ടിരിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യകതയാണ്. വാർഡ് മെമ്പർ ഇ.വി. ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വാർഡിലെ സേയസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. സേയസ് അക്കാദമി അധ്യാപകരായ മോബീഷ്, സുജിത, സഫിയ, സുവർണ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹാവിപത്തായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടങ്ങുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അനുദിനം ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ നാട് നശിക്കുകയും നമ്മുടെ കുടുംബം നശിക്കുകയും നമ്മുടെ ഭാവി നശിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഭീകരമായൊരവസ്ഥയിരിക്കാൻ പറ്റുന്നത്. അനേകം കൊലപാതകങ്ങളും ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ അന്വേഷിച്ചെത്തുമ്പോൾ ലഹരിയാണെന്നുള്ളൊരു മിഥ്യ, ഒരു സത്യം അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ ചേർപ്പ് പഞ്ചായത്തിൽ 2-ാം വാർഡിൽ ഞങ്ങളുടെ വാർഡിൽ ഇവിടെ നിന്ന് തൊട്ട് ലഹരിക്കെതിരെ പോരാടുക എന്ന പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികളുടെ പഠനോത്സവം സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. പഠനോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ, ഗണിതശാസ്ത്ര മൂലകളിൽ തയ്യാറാക്കിയ പഠനോപകരണങ്ങളുടെ പ്രദർശനവും ശാസ്ത്ര പരീക്ഷണങ്ങളും ഗണിത പസിലുകളുടെ അവതരണവും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക TK ശ്രീജ, MPTA പ്രസിഡന്റ് സുമിത സുരേഷ്, BRC കോർഡിനേറ്റർ രമ്യ, ട്രെയിനർ ഡോക്ടർ സോണിയ എന്നിവർ സംസാരിച്ചു. കേരള ബാഡ്മിന്റൺ ലീഗിന്റെ നേതൃത്വത്തിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് S. മുരളീധരനെ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി അധ്യക്ഷത വഹിച്ചു. ഷട്ടിൽ ബാഡ്മിന്റൺ കോച്ചിങ്ങിലെ സമഗ്ര സംഭാവനയ്ക്കാണ് തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് S. മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ സെക്രട്ടറി ജോസ് സേവ്യർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇഗ്നി മാത്യു, മഞ്ഞിലാസ് ഫുഡ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് MD സന്തോഷ് മഞ്ഞില, KBSA വൈസ് പ്രസിഡന്റുമാരായ സൈജൻ സ്റ്റീഫൻ, MN ഷാജി, സീനിയർ വൈസ് പ്രസിഡന്റ് പീറ്റർ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി PO ജോയ്, KBL കൺവീനർ ജോഫി ജോസഫ്, ട്രഷറർ ജോയ് K. ആന്റണി എന്നിവർ സംസാരിച്ചു. നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ലൂയി ബ്രെയിൽ ദിനാചരണ സമാപന പരിപാടികൾ ബുധനാഴ്ച വലപ്പാട് ചന്തപ്പുര മൈതാനത്തിൽ വെച്ച് നടക്കും. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിക്കും. കാഴ്ചാപരിമിതർക്ക് വിരൽത്തുമ്പിലൂടെ അക്ഷരങ്ങൾ എഴുതുന്നതിനും വായിക്കുന്നതിനും ബ്രെയിൻ എന്ന പഠനോപകരണം കണ്ടുപിടിച്ച മഹാനായ ലൂയി ബ്രെയിന്റെ ജന്മദിനം ജനുവരി 4 മുതൽ വിവിധ പരിപാടികളോടെ ജില്ലയിൽ ആചരിച്ചു വരികയാണ്. സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ വിവിധ പരിപാടികളോടെ വലപ്പാട് ചന്തപ്പുര മൈതാനത്തിൽ വെച്ച് നടക്കും. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കും. നിമതി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സെക്രട്ടറി KS വിനോദ്, പ്രസിഡന്റ് PR രോഹിണി, PD ജയശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാഴ്ചയില്ലാത്തവരുടെ ഒരു സംഘടനയാണ്. ആ സംഘടന കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, അവകാശങ്ങൾ, ആവശ്യങ്ങൾ സർക്കാരിൻ്റെയും സന്നദ്ധ സേവന സംഘടനകളുടെയും സർവോപരി പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ക്യാൻസർ രോഗം, മറ്റ് രോഗശൈലിയിൽ കഴിയുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട് നമ്മുടെ ഈ അന്തരിക്ക് പുറമെ. അവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നിമ്മതി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുള്ളത്.
അന്തിക്കാട് പുത്തൻപീടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 37ാം പ്രതിഷ്ഠാ ദിനാഘോഷവും കളമെഴുത്തുപാട്ടും മാർച്ച് 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടപ്പുര മേളത്തിൽ 51 കലാകാരന്മാർ പങ്കെടുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 5 രാവിലെ ഗണപതി ഹോമം, ഉച്ചപൂജ, കളപ്പുരമുത്തപ്പന് രൂപക്കളം, വൈകിട്ട് 3 മുതൽ ഉപമുത്തപ്പന് കളം, രാത്രി 7:30 താന്യം നൃതി കലാഗ്രാമം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ വീരനാട്യം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടക്കും. 6 രാവിലെ നട തുറക്കൽ, ക്ഷേത്ര ചടങ്ങുകൾ, കരിങ്കുട്ടിക്ക് രൂപക്കളം, വൈകിട്ട് വീരഭദ്രസ്വാമി കളം, പ്രസാദശുദ്ധി, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും 7:30 ആവണേങ്ങാട്ടിൽ കളരി, സർവതോഭദ്രം കലാകേന്ദ്രം മാസ്റ്റർ സൂര്യദേവിന്റെ മദ്ദളകേളി, 9 താളവാദ്യത്തോടു കൂടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, ദേവിക്ക് രൂപക്കളം എന്നിവ നടക്കും. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 7 രാവിലെ നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകത്തിന് ശേഷം തിരുവാതിരക്കളി, പ്രസാദഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് 3 കാളകളി, കരിങ്കളി, വട്ടമുടി എന്നിവയോടെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ തണ്ടാശ്ശേരി ശശിധരന്റെ വസതിയിൽ നിന്ന് എഴുന്നള്ളിപ്പ്, തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, വർണ്ണമഴ എന്നിവ നടക്കും. രാത്രി 8 കൊച്ചിൻ ടോപ്പ് സ്റ്റാറിന്റെ ഗാനമേള, മിമിക്രി എന്നിവയും 12 പുലർച്ചെ 3 മധ്യേ വടക്കുംവാതുക്കൽ കുരുതി, പുലർച്ചെ 3 എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TS ജയപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി TR ഷൈൻ, ഖജാൻജി TI മോഹൻദാസ്, കമ്മിറ്റി അംഗം TR രാമകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെയും നിരവധി ക്രിമിനൽ കേസിലെയും പ്രതി അറസ്റ്റിൽ. ചാമക്കാല സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ 34 വയസ്സുള്ള ഷാബിത്താണ് ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റിലായത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. 13 തീയതി നടന്ന തൈപ്പൂയത്തോടനുബന്ധിച്ചുള്ള കാവടി ആഘോഷം കഴിഞ്ഞ് പുലർച്ചെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന എടത്തുരുത്തി കണ്ണംപുള്ളിപ്പുറം സ്വദേശി സായൂജിനെ ബന്ധുവീടിനടുത്തുള്ള അമൽഷായുടെ വീടിന് മുൻവശത്ത് വെച്ച് 4 പേർ ചേർന്ന് അമൽഷായുടെ വീട്ടിലേക്ക് വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ചും മറ്റും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷാബിത്തിനെ കുറിച്ച് അന്വേഷിച്ചതിൽ ഇയാൾ കേരളം വിട്ടു പോയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട് ഷാബിത്തിന്റെ ഒളിത്താവളം മനസ്സിലാക്കി തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷാബിത്തിന്റെ പേരിൽ മതിലകം, വലപ്പാട്, കയ്പമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഒരു വധശ്രമ കേസും, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് 2 കേസും, 5 അടിപിടി കേസും, കഞ്ചാവ് കൈവശം വെച്ചതിന് 1 കേസും അടക്കം 12 കേസുകളുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ സൂരജ്, ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, CK ബിജു എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ഒല്ലൂരിൽ മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. തായംകുളങ്ങര വാരിയത്ത് 58 വയസ്സുള്ള സോമൻ വാര്യറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ഭാര്യ രമ തിരുവള്ളക്കാവ് കിഴക്കേ നടയിലെ ആയുർവേദ ഡോക്ടറും ഐശ്വര്യ മകളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 810 രൂപ, പവന് 64,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള കാവടിയാട്ടം കുംഭഭരണി മഹോത്സവത്തെ വർണ്ണാഭമാക്കി. ഊരകം പല്ലിശ്ശേരി കുന്നിൽ തീപിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി.
ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.